ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ചയിൽ സ്വർണ്ണവില അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്വർണ്ണവില ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചാനലായിരിക്കും അത്. നമ്മൾ ഡെയിലി സ്വർണ്ണവിലയിലെ അപ്ഡേറ്റ്സ് വീഡിയോ ആക്കി ഇടാറുണ്ട്. അതുകൂടാതെ നമ്മൾ വീക്ക്ലി അനാലിസിസ് ഇടാറുണ്ട് സ്വർണ്ണവിലയിലുള്ള വ്യതിയാനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. അതിനുമുമ്പ് ഇതുപോലുള്ള വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്ത് 64,360 പിന്നീട് 24-ാം തീയതി ആകുമ്പോൾ 64,440 പിന്നീട് 25-ാം തീയതി ചെറിയ രീതിയിൽ പിന്നെയും വർദ്ധിക്കുന്നതെന്ന് കണ്ട് 64,600 പക്ഷേ തൊട്ടടുത്ത ദിവസം ചെറിയ രീതിയിൽ പ്രൈസ് താഴോട്ട് പോയി 64,400 പിന്നീട് വീണ്ടും നല്ല രീതിയിൽ ഇടിഞ്ഞു 64,80 27-ാം തീയതി ആകുമ്പോൾ. 28-ന് നല്ലൊരു വീഴ്ചയാണ് കാണാൻ പറ്റിയത്. 63,600 അന്നത്തെ ഗോൾഡ് പ്രൈസിൻ്റെ വില ക്ലോസ് ചെയ്തത്. ഇനി മാർച്ച് 1-ാം തീയതിയുടെ വില, അതായത് കഴിഞ്ഞ ശനിയാഴ്ചയുടെ വില നോക്കുകയാണെങ്കിൽ 63,520 ക്ലോസ് ചെയ്തത്. വീണ്ടും ചെറിയൊരു ഇടിവ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഒരു പവൻ്റെ പ്രൈസാണ് 22 ക്യാരറ്റിൻ്റെ. ഈ ഒരു ഫ്ലക്ച്വേഷനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സ്വർണ്ണവില വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ട്രംപിൻ്റെ ടാരിഫിലുള്ള അൺസർട്ടനിറ്റി, ട്രംപ് പുതിയ താരിഫുകൾ കൊണ്ടുവരുമോ, അതൊരു ട്രേഡ് വാറിന് കാരണമാകുമോ എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കാരണവും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പല വേൾഡ് ബാങ്കുകളും സ്വർണം വാരിക്കൂട്ടുന്നുണ്ട്. അതായത് ഗ്ലോബൽ അൺസർട്ടനിറ്റി വരുമ്പോൾ സാധാരണ എല്ലാ സെൻട്രൽ ബാങ്കുകളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഗോൾഡിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതുകൂടാതെ റുപ്പിയുടെ വില ഇടിയുന്നതും സ്വർണ്ണവില നല്ല രീതിയിൽ കൂടാൻ കാരണമായിരുന്നു. പക്ഷേ ഈ ആഴ്ച നമുക്ക് ചെറിയ രീതിയിൽ സ്വർണ്ണവില താഴോട്ട് പോകുന്നതാണ് കണ്ടത്.